ജെ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഗണപതി ഐഡോളായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഇതൊരു കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗണപതി ഐഡോളാണ്. ഇത് നമ്മൾ ടർമറിക് പൗഡറൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുള്ളതായതുകൊണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടുമാണ് ഞാനിത് ട്രൈ ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരുമെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ നമുക്ക് സമയങ്ങളായത് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2-2.5 സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ പോലെ നമുക്ക് കിട്ടും. അതുപോലെ ആക്കുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റൗവ് ഓൺ ചെയ്യാം. എന്നിട്ട് ലോ ഹീറ്റിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ തിക്കൻ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ പണ്ട് പേപ്പർ ക്ലേ ഉണ്ടാക്കിയപ്പോൾ കോൺഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്ലൂ ഇല്ലാതെ നമ്മളൊരു പേപ്പർ ക്ലേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ട് നന്നായിട്ട് തിക്കൻ ചെയ്യും. ഒരു പേസ്റ്റ് പോലെ ആവുന്നത് വരെ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി ഒരുപാട് തിക്കൻ ആവണമെന്നില്ല. ഇതുപോലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം. കട്ടയൊന്നും ഇല്ലാതെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 5 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഈക്വൽ എമൗണ്ടിൽ 5 സ്പൂൺ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 5 സ്പൂൺ ഈക്വൽ എമൗണ്ടിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞു പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എപ്പോഴും ഈക്വൽ എമൗണ്ടിൽ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റിലെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മൈദയുടെ പേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബൈൻഡറായിട്ടാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വെള്ളം വെച്ച് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് മൈദയുടെ ഈ ഒരു പേസ്റ്റ് വെച്ച് കുഴയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇതൊരു എക്സ്പെരിമെൻ്റലി ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബേബി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും എക്കോ ഫ്രണ്ട്ലി ആണല്ലോ. അപ്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ചിലപ്പം നമ്മുടെ ഇതെല്ലാം തന്നെ എഡിബിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പം ഉറുമ്പിൻ്റെയൊക്കെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ ബേബി ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഡോ കിട്ടണം. തീരെ ലൂസായി പോകാനോ ഒരുപാട് തിക്കാവാനോ പാടില്ല. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഡോ ഒരു പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒരു നനഞ്ഞിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇല്ല ഇങ്ങനെ വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി ഉടനെ തന്നെ ഗണപതിയെ മേക്ക് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഇതുപോലത്തെ ഒരു മാവും കൂടെ ഉണ്ടാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ മൈദയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഒരു മൈദയുടെ ഒരു പേസ്റ്റും പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വാട്ടർ കളർ വേണമെങ്കിൽ ഇതിലൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ ഒരു ഗ്രീൻ കളറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗണപതി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതുപോലെ ആ ഒരു ഗ്രീൻ കളറ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു ലീഫ് ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്നിട്ട് ഇതിൽ ലീഫ് പോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഒരു റെഡ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ബലത്തിലിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ തന്നെ ചുരുട്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒരു ഇതുപോലെ ഒന്ന് നൂല് പോലെയൊക്കെ ആക്കിയിട്ടാണ് കാലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് ലൂസായിക്കൊണ്ടിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ. സോ അതുകൊണ്ട് ഷേപ്പ് നമുക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെക്കണം. അപ്പോൾ ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുന്നതിനനുസരിച്ച് കാലിൻ്റെ ഒന്നും ആ ഷേപ്പൊന്നും അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കില്ല. ഇനി നമുക്ക് മുകളിലേക്ക് വെച്ച് തുടങ്ങാം. അതിന് മുമ്പ് ഞാനിവിടെ ഒരു ഈർക്കിലെടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്നതും ഇതുപോലെ ഷേപ്പ് ഹോൾഡ് ചെയ്യണം. അതുപോലെ നമ്മൾ മുകളിലേക്ക് വയ്ക്കും തോറും ഗണപതിയുടെ ഒരു ശരീരം ഒന്നും ഇരുന്ന് പോവരുത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഇതുപോലെ ഈർക്കിലൊന്ന് കുത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഗ്ലൂ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്ന് ആ ഒരു ഷേപ്പിലിരുന്നോളും. അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നേരിട്ട് ഇതുപോലെ ഈ ഒരു ഡോ വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലേ വെച്ചിട്ട് എങ്ങനെയാണോ ഗണപതി ചെയ്യുന്നത് അതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾ ഉണങ്ങി വരുന്നത് പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങുമില്ല. അതുപോലെ തന്നെ ക്ലേ പോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ആ ഷേപ്പിൽ റിമെയിൻ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ക്ലേ ഗണേശ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ശ്രദ്ധ വേണം ഈ ഒരു ടർമറിക് ഗണേശ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഈ ഒരു ഗണപതിനെ എന്തിനാണ് ചെയ്യുന്നത്? കാരണം ഇതിന് നമ്മളുടെ ഷോക്കേസ് വാല്യൂ ഒന്നുമില്ല. എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇത് എന്താണെങ്കിലും ഇത് ഇല്ലാതായിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം നേരിടും എന്നുള്ളതൊക്കെ. കുറച്ച് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ എല്ലാ കാലവും നമുക്ക് സാധാരണ ഒരു ഐഡോൾ ഉണ്ടാക്കി വയ്ക്കുന്ന പോലെ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂജ പർപ്പസസ് അല്ലെങ്കിൽ ഈ ഒരു വിശേഷ ദിവസങ്ങളിൽ വിനായക ചതുർത്ഥി പോലെയുള്ള സമയങ്ങളിൽ ചിലർ വീട്ടിലൊക്കെ ഇതുപോലെ പൂജയൊക്കെ ചെയ്തിട്ട് ഗണപതിനെ ഒഴുക്കി വിടുമോ അതുപോലെ വിസർജനം അല്ലെങ്കിൽ നിമഞ്ജനം ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കാണിത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാനിത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഈ ഒരു ഐഡിയ പലരും ചെയ്താൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് എൻ്റെ രീതിയിൽ ഒരു ഗണപതിനെ ഉണ്ടാക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു ടർമറിക് ഗണേശ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്കൾപ്റ്റിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം സ്കൾപ്റ്റിംഗ് ചെയ്ത് തുടങ്ങിയത് ഗണപതിനെയാണ്. അത് തന്നെ ഗോതമ്പ് പൊടി അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു ഗോതമ്പ് പൊടി അമ്മ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചതിൽ ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കും. അങ്ങനെയാണ് ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഗണപതിയുടെ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനെ ഇനിയും ഉണ്ടാക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് എനിക്ക് MC-യിലൊക്കെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള പല കാര്യങ്ങൾക്ക് ബാക്കി വന്നിട്ടുള്ള MC-യിൽ വെച്ചിട്ട് ചെയ്ത് നോക്കി. പിന്നീടാണ് ഞാൻ ക്ലേയിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത് ചെയ്തപ്പോൾ ഈ ഒരു ഗണപതി ഭഗവാന്റെ ഈ ഒരു ഐഡോൾ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയത് തന്നെ ഗോതമ്പ് പൊടിയിലാണ്. ഇത് മൈദയാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ കൺസിസ്റ്റൻസി ഒക്കെ ഏകദേശം നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ആദ്യമേ അതിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗണപതിയുടെ ബോഡി ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. കാലുകൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബോഡിയിൽ വയറും അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗം ചെസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 2 മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾക്ക് കൈകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈകൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൈകൾ ക്ലേയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഞാനിവിടെ 2 കൈകൾ മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം
4 കൈകളൊന്നും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. കാരണം ഉണങ്ങില്ലല്ലോ. അപ്പോൾ മുഴുവനും ആ ഒരു ബോഡി മുഴുവനായിട്ട് കൊളാപ്സ്ഡ് ആയി പോവാൻ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമേ, അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഫേസ് ഉണ്ടാക്കാം. അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ഈർക്കിളിൽ കൂടെ നമ്മൾ ഈ ഒരു ഡോ ഒന്ന് ഉരുട്ടിയിട്ട് വെക്കുക. അപ്പോൾ എല്ലാ ഷേപ്സും നമ്മളെവിടെയൊക്കെ ഷേപ്സ് വയ്ക്കുന്നുണ്ട്, കൈകൾ, അതുപോലെ വയറിൻ്റെ ഭാഗം, കാലുകൾ, തല, എല്ലാം അതിൻ്റെ അകത്ത് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗണപതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് തുമ്പിക്ക വെച്ച് കൊടുക്കാം. തുമ്പിക്ക വയ്ക്കുന്ന നമ്മൾ സാധാരണ ഗണപതി ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്, ക്ലേയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നമ്മളിതിന് മുമ്പ് ക്ലേയിലും ഗണപതിയുടെ ഐഡോൾസ് 2-3 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി കാണാം. ആൻഡ് ഇനി നമ്മൾ ആ ഒരു തുമ്പിക്ക വെച്ച ഭാഗത്തിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ഹെഡിന് ഷേപ്പൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വലിയാൻ അനുവദിക്കാം. ഞാൻ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ വെച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് കണ്ണുകൾക്ക് വേണ്ടിയിട്ട് കണ്ണ് വരുന്ന ഭാഗത്തൊന്ന് ഈ ഒരു നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ക്ലേ ഒന്ന് ഉരുട്ടിയിട്ട് വെക്കുക. ക്ലേ അല്ല, ഈ ഒരു മാവ് ഉരുട്ടി വെക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഐലിഡ് പോലെ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഷോള് പോലെ നമുക്ക് ഈ ഒരു റെഡ് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മാവ് വന്നിട്ട് ഇതുപോലെ ഷോള് പോലെയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെവികളാണ്. ചെവികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് നമ്മളുടെ പേപ്പർ ഒന്ന് ചുരുട്ടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു ചെവിയൊക്കെ കുറച്ച് ചെറിയ പോർഷനല്ലേ, അവിടെ ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ചെവിയുടെ ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചെവി പുറകോട്ട് വളഞ്ഞു പോകും, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വളഞ്ഞു പോകും. നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ എല്ലാത്തിനും കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പുറകിൽ കുറച്ച് മാവ് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ബലത്തിൽ വെക്കുകയും കൂടെ ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് തലപ്പാവ് വെച്ച് കൊടുക്കാം. ഞാൻ കിരീടം വയ്ക്കുന്നതിനെക്കാട്ടും തലപ്പാവ് നല്ലതെന്ന് തോന്നിയുകൊണ്ട് തലപ്പാവാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഈ ഒരു മാവ് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഈർക്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ ഒരു പൊസിഷനിൽ എത്തുമ്പം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു തലപ്പാവിൻ്റെ ആ ഒരു ബേസിൻ്റെ ചുറ്റുമായിട്ട് കുറച്ചായിട്ട് ഇതുപോലെ മാവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ക്ലേ എന്നിങ്ങനെ വരിക കേട്ടോ, കാരണം ക്ലേ വെച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തലപ്പാവിൻ്റെ ആ ഒരു തുമ്പത്ത് കുറച്ച് ഞൊറിവ് പോലെ ഉണ്ടാവുമല്ലോ, അത് കെട്ടിയിരിക്കുന്ന ഒരു പോർഷൻ അവിടെയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി താഴെയും കുറച്ച് ഇതുപോലെ മാവ് ആഡ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് 2 കുഞ്ഞു കൊമ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയ ഗണപതി കേട്ടോ. നമ്മളിതുവരെ എല്ലാം ബേബി ഗണേശാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് വലിയ ഗണപതിയാണ്. അപ്പോൾ ഒരു കൊമ്പ് നമ്മൾ മുറിക്കൊമ്പാണ് വെക്കേണ്ടത്. പണ്ട് നമ്മൾ പരശുരാമനുമായിട്ടുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട പാവമല്ലേ, കൊമ്പ് ഒടിഞ്ഞു പോയി. അപ്പോൾ ആ കൊമ്പ് നമ്മൾ മുറിക്കൊമ്പായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഏത് കൊമ്പ് ഒടിഞ്ഞെന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിവിടെ വലത്തെ കൊമ്പാണ് ഒടിച്ചിട്ടുള്ളത്. ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മൾ ടർമറിക് ആഡ് ചെയ്യാതെ കുഴച്ചെടുത്തിട്ടുള്ള മൈദാമാവാണ്. അപ്പോൾ ഇത് മൈദാമാവ് മാത്രമാണ്, മൈദയുടെ ആ ഒരു പേസ്റ്റും മൈദയും കൂടെ മാത്രം കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എലിക്കുട്ടനെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എലിയുടെ പെർഫെക്ഷനൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. എലിനെ ഞാൻ ആ ഒരു യെല്ലോ കളർ മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മൂക്കിൻ്റെ അവിടെ ഞാനൊരു റെഡ് കളർ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാമ്പ്രാണിത്തിരിയുടെ ഒക്കെ ബാക്കി വരുന്നതാണ്, കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിക്കാണ്, അതിലൊന്ന് കുത്തി വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ കാലുകളും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞു വാലും കൂടെ വെച്ച് കൊടുത്ത് എലി റെഡി. ഇനി നമുക്ക് നമ്മുടെ ഗണപതി കുട്ടിക്ക് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളറും പിന്നെ കുറച്ച് വാട്ടർ കളറാണ് എടുത്തിട്ടുള്ളത്. വാട്ടർ കളേഴ്സിൽ സോൾവെൻറ്റ്സ് കുറച്ച് പ്രശ്നക്കാരനാണെന്ന് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു 100% എക്കോ ഫ്രണ്ട്ലി ആണോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ള പെയിൻറ്റ് ഏതാണെന്ന് വെച്ചാൽ വാട്ടർ കളറാണ്. ബാക്കി എല്ലാത്തിനും പിഗ്മെൻറ്റിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും എല്ലാം തന്നെ കുറച്ച് കെമിക്കൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. 1 ഗ്രാം പോലും ഇല്ല, ഒരു
എന്താണ് ഒരു പിഞ്ച് പോലും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഇതുപോലെ ഗോൾഡ് ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും നമ്മൾ വാട്ടർ കളറിൻ്റെ കൂടെ ഈ ഒരു യെല്ലോ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അതും വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുറച്ചൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മുടെ ഗണപതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 99% എക്കോ ഫ്രണ്ട്ലി എന്നാണ് പറയുന്നത്. കാരണം പലതിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് വന്നിട്ടുണ്ടാവണമല്ലോ. ഇപ്പോൾ തന്നെ മഞ്ഞപ്പൊടി തന്നെ മായം കലർന്നിട്ടുള്ളതാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിവേസ് ഐ ആം ടേക്കിംഗ് ദിസ് ആസ് 99% ഓഫ് എക്കോ ഫ്രണ്ട്ലി. കാരണം സൈസ് വെച്ച് നോക്കുമ്പോൾ, ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് 99 പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗണപതി ഐഡിയോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എൻ്റെ ചെറിയ ആർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓൾസോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.